അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 79-ാമത്തെ അധ്യായം സൂറത്തു നാസിയാത്ത്. ഇത് മക്കയിലാണ് അവതരിച്ചത്. 46 വചനങ്ങളാണ് ഇതിലുള്ളത്. 5 തരം പ്രവർത്തികൾ ചെയ്യുന്ന മലക്കുകളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. മരണസമയത്ത് മലക്കുകൾ സത്യനിഷേധികളുടെ ശരീരത്തിൽ ഒന്നാകെ പ്രവേശിക്കുകയും എന്നിട്ട് അവരുടെ ആത്മാവുകളെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. സത്യവിശ്വാസികളും സദ്വൃത്തരുമായ ആളുകളുടെ ആത്മാവുകളെ മലക്കുകൾ വളരെ മൃദുവായിട്ടാണ് പിടിച്ചെടുക്കുക. തുടങ്ങിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളുമായി അതോടൊപ്പം തന്നെ ആകാശത്തിൽ നിന്ന് അതിവേഗം ഇറങ്ങി വരുന്ന മലക്കുകളെ പറ്റിയും സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ആത്മാവുകളുടെ നിശ്ചിത സ്ഥലങ്ങളിലേക്ക് മിന്നൽ വേഗതയിൽ പിടിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളെ കുറിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അടുക്കോടെയും ചിട്ടയോടെയും നിർവഹിക്കുന്ന മലക്കുകളെയും സൂചിപ്പിച്ചുകൊണ്ട് ഈ സൂറത്ത് വളരെ ഗഹനമായ വിഷയത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ഇനി നേരെ വിഷയത്തിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വന്നാസിയാത്തി ഓർക്കാ. വന്നാസിയാത്തി വന്നാസിയാത്തി ഓർക്ക, മുഴുകി പ്രവേശിച്ച് വലിച്ചെടുക്കുന്നവയും. വന്നാശിതാത്തി നഷ്ത, വേഗത്തിൽ അഴിച്ചുവിടുന്നവയും. വന്നാശിതാത്തി വേഗത്തിൽ അഴിച്ചുവിടുന്നവർ, നഷ്ടൻ ഒരഴിച്ചുവിടൽ. വസാബിഹാത്തി സബ്ഹ. വസാബിഹാത്തി ഒഴുകി വരുന്നവയും. സബ്ഹൽ ഒരു ഒഴുകി വരൽ. വസാബിക്കാത്തി സബ്ക. വസാബിക്കാത്തി എന്നിട്ട് മുൻകടക്കുന്നവർ. സബ്കൻ ഒരു മുൻകടക്കൽ. ഫൽ മുദബ്ബിറാത്തി അംറ, കൽപ്പന തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരും തന്നെയാണ് സത്യം. ഇനി ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള ഒരു അർത്ഥം ഒന്ന് നോക്കാം. അന്നാസിയാത്തി ഓർക്കാ വന്നാശിതാത്തി നസ്താ വസ്സാബിഹാത്തി സബ്ഹ ഫസ്സാബികാത്തി സബ്കാ ഫൽ മുദബ്ബിറാത്തി അംറാ. മുഴുകിപ്രവേശിച്ച് വലിച്ചെടുക്കുന്നവയും വേഗത്തിൽ അഴിച്ചുവിടുന്നവയും ഒഴുകി വരുന്നവയും എന്നിട്ട് മുൻകടക്കുകയും കൽപ്പന തിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവയും തന്നെയാണ് സത്യം. ഇതിനെ കൊണ്ടൊക്കെ സത്യമിടുകയാണ് അല്ലാഹു. യൗമ തർജുഫുർ റാജിഫ. യൗമ അന്നത്തെ ദിവസം. തർജുഫു കിടിലം കൊള്ളിക്കും. റാജിഫ കിടിലം കൊള്ളിക്കുന്നത്, കിടിലം കൊള്ളിക്കുന്ന ദിവസം. തത്ബൗഹ അതിനെ പിന്തുടരും. റാദിഫ പിന്തുടർന്ന് വരുന്നത്. യൗമ തർജുഫുർ റാജിഫ കിടിലം കൊള്ളിക്കുന്നത്, കിടിലം കൊള്ളിക്കുന്ന ദിവസം. തത്ബൗഹ റാദിഫ അതിനെ പിന്തുടരുന്നത്, പിന്തുടർന്ന് വരുന്നതാണ്. ഖുലൂബുൻ യൗമൈദിൻ വാജിഫ അന്ന് ചില ഹൃദയങ്ങൾ
കുലൂബുൻ ചില ഹൃദയങ്ങൾ യൗമഇദിൻ അന്നത്തെ ദിവസം വാജിഫ ഭയന്ന് വിറക്കുന്നതാണ്. അന്നത്തെ ദിവസം ചില ഹൃദയങ്ങൾ ഭയന്ന് വിറക്കുന്നതാണ്. അബ്സ്വാറുഹാ ഖാശിയ, അബ്സ്വാറുഹ അവരുടെ കണ്ണുകൾ, ഖാശിയ വിനയാന്വിതങ്ങളായിരിക്കും. ഖുലൂബു യൗമഇദിൻ വാജിഫ അബ്സ്വാറുഹാ ഖാശിയ, അന്ന് ചില ഹൃദയങ്ങൾ ഭയന്ന് വിറക്കുന്നതും അവയുടെ കണ്ണുകൾ വിനയാന്വിതങ്ങളുമായിരിക്കും. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, യഖൂലൂന അവർ ചോദിക്കുന്നു, അഇന്നാ ലമർദൂദൂന നമ്മൾ മടക്കപ്പെടുന്നവരാണോ, ഫിൽ ഹാഫിറ കുഴികളിൽ നിന്ന്. യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, അവർ ചോദിക്കുന്നു നാം കുഴികളിലായിരിക്കെ മുൻകഴിഞ്ഞ അവസ്ഥയിലേക്ക് മടക്കപ്പെടുന്നവർ തന്നെയാകുമോ, അതായത് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആശയം. ഇദാ കുന്നാ ഇളാമൻ നഖിറ, ഇദാ കുന്ന നമ്മളായിത്തീർന്നാലും, ഇളാമൻ നഖിറ ദ്രവിച്ചു പോയ എല്ലുകളായാലും നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ പറയുന്നത്? നാം ദ്രവിച്ച എല്ലുകളായാലും മടക്കപ്പെടുമോ? കാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ, കാലു അവർ പറയുന്നു, തിൽക ഇദൻ നിശ്ചയം അക്കാര്യം, കറത്തുൻ ഖാസിറ അങ്ങനെയാണെങ്കിൽ ഒരു നഷ്ടമായ മടങ്ങിപ്പോകലായിരിക്കും. കറത്ത് എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോകൽ, മടക്കം, ഖാസിറ നഷ്ടമായ. അപ്പം ഈ ആയത്തിന് മുഴുവൻ അർത്ഥം ഇങ്ങനെയാണ് വരുന്നത്. കലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അവർ പറയുന്നു അങ്ങനെയെങ്കിൽ നഷ്ടകരമായ ഒരു മടങ്ങിപ്പോക്ക് തന്നെയായിരിക്കും അത്. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, ഫഇന്നമാ ഹിയ അപ്പം നിശ്ചയമായും അത് സജ്റത്തുൻ ഒരു ഭയങ്കര ശബ്ദം, വാഹിദ ഒരു ഭയങ്കര ശബ്ദം കേട്ടോ. സജ്റത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദം, വാഹിദ എന്ന് വെച്ചാൽ ഒരു ഭയങ്കര ശബ്ദം. ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ, എന്നാൽ അത് ഒരേ ഒരു ഭയങ്കര ശബ്ദം മാത്രമായിരിക്കും. ഫഇദാഹും ബിസ്സാഹിറ, അപ്പോൾ അവരതാ ഭൂമിക്ക് മുകളിലായിരിക്കുന്നു. ഈ ആയത്തുകളിലെല്ലാം തന്നെ വിശദീകരിച്ചിരിക്കുന്നത് പരലോകത്തെക്കുറിച്ചാണ്. അതായത് അവിശ്വാസികൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നമ്മൾ കുഴികളിൽ കുഴിച്ചു മൂടപ്പെട്ടു മരിച്ചിട്ട് കബറിൽ കടന്ന് നമ്മൾ നിർമ്മിച്ച എല്ലുകളായി, എന്നിട്ട് നമ്മൾ എണീച്ച് വരുമോ, അങ്ങനെയാണെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കുമല്ലോ എന്നൊക്കെയാണ് അവിശ്വാസികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറുള്ളത്. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, തീർച്ചയായും നിങ്ങൾ വരേണ്ടി എന്നെ വരും എന്ന് ഉള്ള ഭാഗങ്ങളാണ് ഇതുവരെ പറഞ്ഞു വന്നത്. ഇനി ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ഹൽ അതാക ഹദീസു മൂസ, നബിയെ മൂസാ നബിയുടെ വർത്തമാനം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇത് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ, ഇത് നാദാഹു റബ്ബുഹു അദ്ദേഹത്തെ തൻ്റെ രക്ഷിതാവ് വിളിച്ച സന്ദർഭം, ബിൽ വാദിൽ മുഖദ്ദസി തുവ, തുവ എന്ന പരിശുദ്ധ തായ്വരയിൽ വെച്ച്. ഇതിനാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവ, തുവ എന്ന പരിശുദ്ധ തായ്വരയിൽ വെച്ച് തൻ്റെ നാഥൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ സന്ദർഭം. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ, ഇദ്ഹബ് നിങ്ങൾ പുറപ്പെടണം, പോകണം, ഇലാ ഫിറോന ഫിറോൻ്റെ അടുത്തേക്ക്, ഇന്നഹു നിശ്ചയമായും ഫിറോന് ത്വഗാ അക്രമം കാണിച്ചിരിക്കുന്നു. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ,
താങ്കൾ ഫിറോവിൻ്റെ അടുത്തേക്ക് പോവുക, തീർച്ചയായും അവൻ ധിക്കാരം കാണിച്ചിരിക്കുന്നു. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഫഖുൽ പറയണം, ഹല്ലക ഇലാ അൻ തസക്കാ, നീ സംസ്കരിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ ആത്മശുദ്ധി ഉണ്ടാക്കപ്പെടുന്നതിന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? വ അഹ്ദിയക, നിന്നെ നാം നേർമാർഗം കാണിക്കാം, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്, വ തഖ്ശ, അപ്പം നീ ഭയപ്പെടും. അതിനൊക്കെ നീ ഒരുക്കമാണോ എന്നവനോട് ചോദിക്കണം. ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ. എന്നിട്ട് മൂസ ഫിറൗന്റെ അടുക്കൽ ചെന്ന് നീ ചോദിക്കണം, പരിശുദ്ധി പ്രാപിക്കുന്നതിനും നിന്റെ നാഥങ്കലേക്ക് ഞാൻ നിന്നെ വഴി കാണിക്കുകയും അങ്ങനെ അവനെ ഭയപ്പെടുകയും ചെയ്യുന്നതിനും നീ ഒരുക്കമാണോ? ഫഅറാഹുൽ ആയത്തുൽ കുബ്റാ. ഫഅറാഹു, അങ്ങനെ അവന് കാണിച്ചു കൊടുത്തു, അൽ ആയത്തുൽ കുബ്റാ, വലിയ ദൃഷ്ടാന്തം. ഫഅറാഹുൽ ആയത്തുൽ കുബ്റാ, അങ്ങനെ അദ്ദേഹം അവന് വലിയ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഫകദ്ദബ വഅസാ. ഫകദ്ദബ വഅസാ. ഫകദ്ദബ, അപ്പോൾ അവൻ മൂസായെ കളവാക്കി, സത്യത്തെ നിഷേധിച്ചു. വഅസാ, ധിക്കരിക്കുകയും ചെയ്തു. ഫകദ്ദബ വഅസാ, അപ്പോൾ അവൻ നിഷേധിക്കുകയും ധിക്കരിക്കുകയും ചെയ്തു. സുമ്മ അദ്ബറ യസ്ആ. സുമ്മ അദ്ബറ, പിന്നെ അവൻ പിന്തിരിഞ്ഞു. യസ്ആ, പരിശ്രമിച്ചുകൊണ്ട്. സുമ്മ അദ്ബറ യസ്ആ, പിന്നെ അവൻ മൂസാക്കെതിരെ പരിശ്രമിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞു. ഫഹശറ, അവൻ ഒരുമിച്ച് കൂട്ടി. ഫനാദ, എന്നിട്ട് വിളിച്ചു. ഫഹശറ ഫനാദ, അങ്ങനെ തൻ്റെ ജനതയെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് വിളിച്ചു. ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ നാഥനാകുന്നു. ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ, എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ നാഥനാകുന്നു. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.